ഹായ്, ഇത് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ സ്റ്റേജസ് ആണ് മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഉള്ളതെന്നാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ കളർ മിക്സിങ്ങും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നുള്ള 2 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതേപോലെ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പം നമ്മൾ ക്യാൻവാസൊക്കെ സെറ്റാക്കി റെഡി ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നല്ല പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഔട്ട്ലൈൻ വേണം കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് വരയ്ക്കണം. ഇങ്ങനെ കുറേ ലൈൻസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നുന്ന കുറേ സംഭവങ്ങൾ അതൊന്നും വേണ്ട. നമുക്ക് നല്ല അതേപോലെ സ്പ്രെഡായി പോകാനൊന്നും പാടില്ല. പെൻസിൽ കൊണ്ട് വരയ്ക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ സിംഗിൾ ലൈനിൽ ഇങ്ങനെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. ബി പെൻസിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ അതേപോലെ ഒരുപാട് പ്രസ് ചെയ്യേണ്ടുന്ന ആവശ്യം വരില്ല. അതേപോലെ ഒരുപാട് ഡാർക്കാക്കി വരയ്ക്കാൻ നിൽക്കണ്ട. കുറച്ച് ബി പെൻസിൽസ് യൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് ഒരു ഡാർക്ക്നെസ്സിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിലും ഡാർക്കാക്കി വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. വെറുതെ അത് പിന്നെ നമുക്ക് മായ്ക്കണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സ്കെച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഈ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലൈൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യെല്ലോ കളറിലേക്ക് നമുക്ക് കിട്ടും. അതായത് യെല്ലോ കാർബണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേസ് ചെയ്യാൻ തീരെ വരയ്ക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ട്രേസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അപ്പം കിട്ടുക ഒരു യെല്ലോ കളറുള്ള ഔട്ട്ലൈൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് തീരെ കാണാണ്ടായി പോകരുതല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അതായത് നമ്മൾ മ്യൂറൽ റെഡ് കൊണ്ട് കംപ്ലീറ്റ് ഡ്രോയിങ്ങിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കും. ഈ റെഡ് ഔട്ട്ലൈൻ കുറച്ച് നല്ല ഒരുപാട് തിക്നെസ് ആയി പോകേണ്ട. തിക്നെസ്സൊക്കെ അവിടെയും ഇവിടെയും മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൾമോസ്റ്റ് ഒരു ഈവൻലി ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളറൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഔട്ട്ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ലൈൻസ് കുറച്ച് പുറത്തേക്കായി പോവോ അങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ റബ്ബർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റെഡിനെ കൊണ്ട് സ്കെച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പം ബേസ് കളറായിട്ട് മ്യൂറൽ യെല്ലോ ആണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ മ്യൂറൽ യെല്ലോനെ കൊണ്ട് കംപ്ലീറ്റ് ഇത് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിവിടെ ഫുൾ യെല്ലോ കൊടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഇത് കുറച്ച് എളുപ്പം ചെയ്യാൻ വേണ്ടി ഞാൻ ഫുൾ യെല്ലോ കൊടുത്തേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിന് റെഡ് ബേസ് കൊടുക്കേണ്ടതിടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ബേസും കൊടുക്കാം. യെല്ലോ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബേസ് കൊടുക്കുമ്പം ഒരുമാതിരി ലൈറ്റ് വാഷ് പോലെയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ആക്ച്വൽ ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ നമ്മൾ തിക്കായിട്ടല്ല ചെയ്യുന്നത്. കുറച്ച് നല്ലപോലെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബേസായിട്ട് യെല്ലോ മ്യൂറൽ കളർ കൊടുക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ കളർ വെച്ച് ഫില്ല് ചെയ്യുമ്പം വൈറ്റ് ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വൈറ്റായി തന്നെ വിടുന്നതാണ് നല്ലത്. അതിൻ്റെ മുകളിലേക്ക് കളറാക്കണ്ട. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ റെഡ് ബേസ് വരേണ്ട അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് ബേസിനെ നിങ്ങൾക്ക് വിടാം. ഇപ്പം ഞാൻ ഇവിടെ കംപ്ലീറ്റ് യെല്ലോ കൊടുത്തതിനെ കൊണ്ടാണ് ഞാൻ ഫുൾ യെല്ലോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ അടിച്ചു പോയത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ സെഷൻ ബൈ സെഷൻ ആയിട്ട് ഫില്ല് ചെയ്തെടുത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഈ ബേസ് കോട്ട് ഭയങ്കര ലൈറ്റായി പോയാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടും കൂടി അടിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ഡാർക്ക് ആക്കുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് ഏത് വരെയാണ് വേണ്ടതെന്നുള്ള ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ജസ്റ്റ് അത് കൂട്ടി കൊടുത്താൽ മതി. നമ്മളെന്തായാലും അത് അടിക്കുമ്പം നമ്മളെ ക്യാൻവാസ് കാണരുത് അടിച്ചു കഴിഞ്ഞാൽ. ആ ഒരു രീതിക്ക് വേണം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസ് ഒരുപാട് ഭയങ്കരമായിട്ട് എടുത്ത് വെക്കരുതെന്നാണ്. ക്യാൻവാസ് തീരെ കാണരുത് എന്നുള്ള രീതിക്ക് ഭയങ്കര കട്ടിക്ക് അടിക്കാനും നിൽക്കണ്ട കേട്ടോ.
അപ്പം മ്യൂറൽ യെല്ലോ വെച്ചിട്ടുള്ള ബേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതേപോലെ മ്യൂറൽ റെഡ് വെച്ചിട്ടുള്ള ബേസ് ചെയ്യാനുള്ള ഏരിയാസ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാനത് കൺസിഡർ ചെയ്യാത്തതിനെ കൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ്, അതായത് മ്യൂറൽ റെഡിനെ കൊണ്ട് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. റെഡ് കൊണ്ട് കംപ്ലീറ്റ് ഇനി ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കും. അപ്പോൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് എന്താ പറയുക, കുറച്ചൊന്ന് ലൈറ്റായിട്ട് നമ്മളൊന്ന് ഫുൾ വാഷ് അടിക്കും. എന്നിട്ട് ഇതിൻ്റെ ബോർഡറിലൂടെ കുറച്ചും കൂടി കോൺസെൻട്രേഷനിൽ കളറാക്കി കൊടുക്കും. എന്നിട്ട് ഈ രണ്ട് കളറിനെ ജസ്റ്റ് സ്ലൈറ്റ്ലി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ബ്രഷ് കഴുകിയതിന് ശേഷമാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പിന്നെയും പെയിൻ്റ് ഉള്ള ബ്രഷിനെ വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കുറേ പെയിൻറ്റ് പിന്നെയും വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് ബ്രഷ് ഒന്ന് കഴുകിയതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ കേസിലൊക്കെ. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇനിയും മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ വീഡിയോസ് ഇടും. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡിങ്ങും ടെക്നിക്സും പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് സ്റ്റേജസും ഇൻട്രൊഡക്ടറി വീഡിയോ അതിനെക്കൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ. അതേപോലെ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ സ്കിന്നിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ടോൺ ഡാർക്ക് ഷെയ്ഡിലേക്ക് നമുക്ക് ഇതിനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അത് നമ്മൾ എത്ര ലെയർ ഷെയ്ഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ എത്ര കളർ പിഗ്മെൻറ്റ്സ് എടുക്കുന്നോ അതിനനുസരിച്ച് അത് ഡാർക്കായിട്ട് വരും. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ഡാർക്ക് ആക്കാം, ലൈറ്റ് ആക്കാം. ഇത് ഓരോ ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ആക്ച്വൽ മ്യൂറലിൽ എങ്ങനെയാണെന്നുള്ളത് അത് ആ പ്രാക്ടീസ് അനുസരിച്ച് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് നമ്മൾ വെറുതെ ഇരുന്ന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മ്യൂറൽ റെഡ് യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ്ങും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കളർ എടുക്കുന്നത് മ്യൂറൽ ഗ്രീൻ ആണ്. അപ്പം മ്യൂറൽ ഗ്രീൻ യൂസ് ചെയ്തിട്ടും ഞാൻ ബേസ് കളറായിട്ടൊന്നും എടുത്തിട്ടില്ല മ്യൂറൽ ഗ്രീനിനെ ജസ്റ്റ് ഷെയ്ഡിങ്ങിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മ്യൂറൽ യെല്ലോ ബേസ് ആയിട്ട് അടിച്ച സ്ഥലത്തൊക്കെ ഞാൻ ഗ്രീൻ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് സെയിം ഷെയ്ഡിങ് പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് ചെയ്ത പോലെ തന്നെ ഗ്രീനും ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി ലോട്ടസിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിപ്ലിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആക്രിലിക് പെയിൻറ്റിങ്, ബേസിക്സ് ഓഫ് ആക്രിലിക് പെയിൻറ്റിങ് വീഡിയോസിനകത്ത് ബേസിക് ടെക്നിക്സ് പഠിപ്പിച്ചതിനകത്ത് ഞാൻ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതി. ഒന്നുമില്ല, ഞാൻ ഡോട്ട് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നത് എന്നുള്ളത്. ലോട്ടസിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മ്യൂറൽ റെഡ് തന്നെയാണ് എടുത്തത്. അതിനകത്ത് ഭയങ്കര ഒരുപാട് വെള്ളം യൂസ് ചെയ്തിട്ടില്ല, കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് അത് ചെയ്തത്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കുക എന്നുള്ളതാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് പൊതുവെ അവസാനമാണ് ചെയ്തത് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെയ്യുന്നത് അഗെയിൻ സ്റ്റിപ്ലിംഗ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഫുൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചത്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റിപ്ലിംഗ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഒരു വാഷ് അടിക്കാം, അല്ലെങ്കിൽ സിംഗിൾ കളർ ആക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഗാർലൻസ് ഒക്കെ വെച്ച് ഡീറ്റെയിൽ ചെയ്തിട്ട് തീരെ ബാക്ക്ഗ്രൗണ്ട് കാണാത്ത രീതിക്കാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെയൊക്കെ ഐഡിയാസൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ഉണ്ടെങ്കിൽ അടുത്തത് നമ്മൾ ബ്ലൂ ചൂസ് ചെയ്യും. ബ്ലൂ വെച്ചിട്ടുള്ള ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യും. പക്ഷേ ബ്ലൂ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇനി ബ്ലാക്കിലേക്ക് കിടക്കാണ്. അപ്പോൾ ഇനി ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്യും. ഹെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഫുൾ കംപ്ലീറ്റ് എവിടേക്കാണ് നമ്മൾ കംപ്ലീറ്റ് വരച്ച ആദ്യം നമ്മൾ റെഡ് കൊണ്ട് വരച്ച അതേ പോലെ തന്നെ കംപ്ലീറ്റ് നമ്മളിനി ബ്ലാക്ക് കൊണ്ടും വരയ്ക്കും. അപ്പം ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ റൗണ്ട് ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ ടിപ്പ് നല്ല ഷാർപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നുള്ളൊരു പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോളർ സൈസ് റൗണ്ട് ബ്രഷുകൾ എടുക്കുക. അതായത് 00, 0, 000 എന്നുള്ള സൈസിലുള്ള ഡീറ്റെയിൽ ബ്രഷുകൾ എടുക്കാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല തിന്നായിരിക്കും, നിങ്ങൾക്ക് കംപ്ലീറ്റ് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ഐ ഡീറ്റെയിൽ ചെയ്യുക. ഇതൊക്കെ നമ്മൾ റിലീജിയസ് വൈസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആക്ച്വൽ മ്യൂറൽ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിന് കുറേ റിലീജിയസ് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ട് ഡെപ്തിൽ അറിയണം, ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആക്ച്വൽ മ്യൂറൽ കോഴ്സ് പഠിക്കാൻ പോവുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് ഇതിൻ്റെ ഇതും കാര്യങ്ങളും അല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്തിനാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്, എന്തൊക്കെയാണ് റിലീജിയസ് കോൺസെപ്റ്റ്സ് എന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇനി ഫൈനലി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ യൂട്യൂബിൽ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇനി ഫൈനലി നമുക്കത് ജസ്റ്റ് വാർണിഷ് ചെയ്യാം. വാർണിഷ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പെയിൻറ്റിങ്. ഓക്കെ,
അപ്പോൾ നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഞാൻ കൂടുതൽ മ്യൂറൽ പെയിൻറ്റിങ് വീഡിയോസ് ആയിട്ട് വരും. അത് എപ്പോഴാണെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം ഒരു പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ കുറച്ചധികം സമയം ചിലവാകും. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ചിലപ്പം കുറച്ച് കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. I hope you guys can understand. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.